ഹലോ. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഒരു ഇവൻറ്റ് വർക്ക് ആവുക, ഒരു പെർട്ടിക്കുലർ ആക്ഷൻ വർക്ക് ആവുക. അപ്പം അതിനു വേണ്ടി ഒരു ഈസി മെത്തേഡാണ് ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട്. സിമ്പിളായിട്ട് കാണിച്ചു തരാം. അതാ ഇവിടെ ഇതാണ് നമ്മളെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിയിൽ ഒരു ബട്ടൺ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു മെസ്സേജ് കാണിക്കും. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇവൻറ്റ് കാണിക്കണം, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആൻഡ്രോയിഡിൻ്റെ അകത്ത് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് കോഡെല്ലാം പഴമൊക്കെ ആക്കി തരാം. എന്നിട്ട് ആക്ടിവിറ്റി എടുക്കുക. ആക്ടിവിറ്റിയിൽ അതും ഡിസൈൻ മോഡിൽ കൊണ്ടാക്കുക. ഓക്കെ, ഇതിൻ്റെ സൈസ് കുറച്ചേക്കാം. ഓക്കെ, ഇനി അവിടുത്തെ ബട്ടൺ എടുത്ത് കളയാണ്. എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ ആക്ടിവിറ്റി മെയിൻ XML എടുക്കാൻ നേരത്തെ, ഡിസൈനിങ് ഫേസ് എടുക്കാൻ നേരത്തെ ഈ ഒരു ചിഹ്നത്തിലാണ് കിടക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് എനേബിൾ ഔട്ട് ആക്കണം. ഇത് ഇങ്ങനെ ആയിരിക്കും ചില സിസ്റ്റത്തിൽ ഓപ്പൺ ആക്കുമ്പോൾ കിടക്കുന്നത് ഡിസേബിൾ ആയിട്ട്. ഇത് എനേബിൾ ആക്കി കൊടുക്കുക, ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് കാണിക്കണം. ഇപ്പം ഈ താഴെ ഇവിടെ വന്ന മെസ്സേജിനെയാണ് ടോസ് മെസ്സേജ് എന്ന് പറയുന്നത്. താഴെ ഇങ്ങോട്ട് വന്ന് കാണിക്കുന്ന മെസ്സേജിനെ ടോസ് മെസ്സേജ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടോസ് മെസ്സേജ് കാണിക്കണം. അപ്പം അതിനു വേണ്ടി ഞാൻ വിഡ്ജറ്റ് ബട്ടൺ കൊണ്ടെടുക്കുന്നു. ആ ബട്ടൺ പതുക്കെ ഡ്രാഗ് ചെയ്തുകൊണ്ട് മിഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു പ്ലസ് ചിഹ്നം കാണും, ഒരു പ്ലസ് ഔട്ട്ലൈൻ കാണാൻ പറ്റും. ഫുൾ ഔട്ട്ലൈൻ, പ്ലസ് ചിഹ്നമല്ല, ഒരു പ്ലസ് ഔട്ട്ലൈൻ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഔട്ട്ലൈനേ ഉള്ളൂ. കൃത്യം മിഡിൽ കൊണ്ടുവയ്ക്കാൻ നേരത്ത് ഒരു ഫുൾ ഔട്ട്ലൈൻ, ഒരു പ്ലസ് ഔട്ട്ലൈൻ കാണാം. അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 4 ദിക്കിലും അത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ഒരു പേര് കൊടുക്കാം. അപ്പോൾ ബട്ടണിന് പേര് കൊടുക്കാൻ വേണ്ടി ആ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഒരു ആട്രിബ്യൂട്ട് സെക്ഷൻ ഉണ്ട്. ആട്രിബ്യൂട്ട് സെക്ഷനകത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റ് സെക്ഷൻ്റെ അകത്ത് നിങ്ങൾ എന്ത് പേര് കൊടുക്കുമോ അത് ഈ ബട്ടൻ്റെ പേരായിട്ട് മാറും. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ക്ലിക്ക് ഹിയർ എന്ന് വിളിച്ച് എൻ്റർ അടിക്കുമെന്ന് എടുത്ത് കണ്ട ആ ബട്ടൻ്റെ പേര് ക്ലിക്ക് ഹിയർ ആയി. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് താഴെ എനിക്ക് ടോസ് മെസ്സേജിൻ്റെ അകത്ത് ഒരു ഇവൻ്റ് അല്ലെങ്കിൽ മെസ്സേജ് പ്രിന്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു ആക്ഷൻ വർക്ക് ആവണം, അല്ലെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു പെർട്ടിക്കുലർ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആൻഡ്രോയിഡിൻ്റെ അകത്ത് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ യൂസ് ചെയ്ത് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ അകത്ത് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. അതിനേക്കാൾ എളുപ്പത്തിൽ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം വിഡ്ജറ്റ് സെലക്ട് ചെയ്യുക. വിഡ്ജറ്റ് സെലക്ട് ചെയ്തിട്ട് ആട്രിബ്യൂട്ടിൻ്റെ അവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. ആ സെർച്ച് ബാറിൻ്റെ അവിടെ ഓൺ ക്ലിക്ക് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കേമൽ കേസ് ലെറ്റർ ആണ്. കേമൽ കേസ് ലെറ്റർ എന്ന് പറയുമ്പോൾ കേമൽ കേസ് ലെറ്റർ അല്ല, കേമൽ കേസ് വേർഡ്സ് ആണ്. ആദ്യത്തെ വേർഡ് ചെറുതും രണ്ടാമത്തെ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ആയിരിക്കണം. ഓൺ ക്ലിക്ക് എന്ന് അടിക്കാൻ നേരത്ത് നമുക്ക് ഓൺ ക്ലിക്കിൻ്റെ ആട്രിബ്യൂട്ട് വരും. ഇവിടെയാണ് അതിൻ്റെ വാല്യൂ കൊടുക്കാനുള്ളത്. അപ്പോൾ ഓൺ ക്ലിക്കിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും പാസ് ചെയ്യുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നെയിം ആയിരിക്കും. അപ്പോൾ ഓൺ ക്ലിക്ക് യൂസ് ചെയ്ത് നമ്മളൊരു ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കുകയാണ്, ഷോ മെസ്സേജ്. ഫംഗ്ഷൻ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളെ പേര് തന്നെ കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ആ പേര് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ പേര് കൊടുക്കാൻ നേരത്തെ എപ്പോഴും കേമൽ കേസ് വേർഡ് കണക്ക് കൊടുക്കണതാണ് എപ്പോഴും നല്ലത്. ആദ്യത്തെ വേർഡ്സ് എല്ലാ ലെറ്ററും ചേർത്തായിരിക്കണം. രണ്ടാമത്തെ ലെറ്ററിൻ്റെ ഫസ്റ്റ് ലെറ്റർ വലുതായാൽ കൊള്ളാം. പിന്നെ സ്പേസ് ഇട്ട് ഇങ്ങനെയൊന്നും കൊടുക്കല്ലോ ഫംഗ്ഷൻ നെയിം കൊടുക്കാൻ നേരത്ത്. അത് കണക്ക് ഇങ്ങനെ സ്പേസ് ഇട്ട് കൊടുക്കണമെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യണം. പിന്നെ നമ്പർ ഒന്നും തുടക്കത്തിലൊന്നും യൂസ് ചെയ്യല്ലേ. നമ്പർ അധികം ഫംഗ്ഷൻ നെയിമിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഇനി നമ്മൾ ആട്രിബ്യൂട്ട് വന്നു ഓൺ ക്ലിക്ക് എന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ ആട്രിബ്യൂട്ടിനോടോ ഫംഗ്ഷൻ വാല്യൂ ആണ് പാസ് ചെയ്തത്. നമ്മൾ ഫംഗ്ഷൻ വാല്യൂ പാസ് ചെയ്ത് കൊടുത്ത് ഒരു ഫംഗ്ഷൻ നെയിം. ഇനി ഈ ഫംഗ്ഷൻ നമ്മളെ മെയിൻ ആക്ടിവിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഷോ മെസ്സേജ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ നെയിം
ഇവിടെ കോൾ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പേരടിച്ചിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് ഇവിടെ മേളിൽ 3 ഓപ്ഷൻ കണ്ട കോഡ്, സ്പ്ലിറ്റ്, ഡിസൈൻ. കോഡ് സെക്ഷൻ ആണ് എടുക്കണമെങ്കിൽ നമ്മളെ ആക്ടിവിറ്റി മെയിൻ XML എന്ന് പറയുന്നതിൻ്റെ XML കോഡ് രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് ഓരോന്നും ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് സ്ക്രീൻ എടുക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ കോഡ് സെക്ഷനും കാണാൻ പറ്റും, അതേ കണക്ക് അതിൻ്റെ ഡിസൈൻ സെക്ഷനും കാണാൻ പറ്റും. ഡിസൈൻ സെക്ഷൻ എടുക്കാൻ നേരത്ത് ഡിസൈൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺ ക്ലിക്കിനകത്ത് സെറ്റ് ചെയ്ത് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സ്പ്ലിറ്റ് സ്ക്രീൻ എടുക്കുക. സ്പ്ലിറ്റ് സ്ക്രീൻ എടുത്തിട്ട് നമ്മൾ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ബട്ടൻ്റെ കോഡ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇവിടുന്ന് ബട്ടൻ്റെ കോഡ് തുടങ്ങുന്നു, അവസാനിക്കുന്നു. ഇപ്പം ഇവിടെ നോക്കാൻ നേരത്ത് ഇവിടെ ആൻഡ്രോയിഡ് കോളൻ തോനെ വാല്യൂ ഉണ്ട്. ഇതെല്ലാം ആട്രിബ്യൂട്ടാണ്. ആൻഡ്രോയിഡ് കോളൻ അതിൻ്റെ ആട്രിബ്യൂട്ട്, അപ്പം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആട്രിബ്യൂട്ട് എന്താണ്? ഓൺ ക്ലിക്ക് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആൻഡ്രോയിഡ് കോളൻ ഓൺ ക്ലിക്ക് എന്ന ആട്രിബ്യൂട്ട്, ആ ആട്രിബ്യൂട്ടിന് നേരെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്ത്? ഒരു ഫംഗ്ഷൻ നെയിമാണ് ക്രിയേറ്റ് ചെയ്തേക്കണം. ഇനി ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ മെയിൻ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീൻ എടുക്കുക, ബട്ടണിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൺ ക്ലിക്ക് കണ്ടുപിടിക്കുക. ഓൺ ക്ലിക്ക് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂവിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ കണ്ടന്റ് ആക്ഷൻ ഒരു ബൾബ് കാണിക്കും, ഡിം ആയിട്ടുള്ള ബൾബ്, അല്ലെങ്കിൽ ഷോ കണ്ടന്റ് ആക്ഷൻ അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു യെല്ലോ ബൾബ് കാണിക്കും. ഈ യെല്ലോ ബൾബിനകത്ത് ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യെല്ലോ ബൾബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ആക്ടിവിറ്റിക്കകത്ത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഷോ മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ യെല്ലോ ബൾബ് ചെയ്യാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ കണ്ടന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ യെല്ലോ ബൾബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ ഇവിടെ ഈ താഴെയായിട്ട് എനിക്കൊരു ഫംഗ്ഷൻ നെയിം ക്രിയേറ്റ് ചെയ്ത് വരും. പബ്ലിക് എന്ന, പ്രൈവറ്റ് എന്ന, ഷോ മെസ്സേജ്, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ വരിക, നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീൻ എടുക്കുക. സ്പ്ലിറ്റ് സ്ക്രീൻ എടുത്തിട്ട് നമ്മൾ ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് എവിടെ നിന്ന് കണ്ടുപിടിക്കുക? ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ കണ്ടന്റ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു യെല്ലോ ബൾബ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യെല്ലോ ബൾബ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മളെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് മെയിൻ ആക്ടിവിറ്റിയുടെ അകത്ത് ജാവ കോഡിൻ്റെ അകത്ത് ആ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പം ശരിക്കും ഇതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബട്ടണിൽ എപ്പോൾ ക്ലിക്ക് ചെയ്യുമോ ആ സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ കോൾ ആവുകയാണ് ചെയ്യണത്. അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. ഒരു ഫംഗ്ഷൻ വർക്ക് ആവണമെങ്കിൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഇവിടെ നടക്കുന്നത്. ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് നമ്മൾ ഫംഗ്ഷൻ നെയിം വിളിക്കാതെ തന്നെ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ ട്രിഗർ ചെയ്യാം അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആലോചിച്ചിരുന്നാൽ മതി, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഏത് കോഡാണ് എഴുതിയേക്കുന്നോ ആ കോഡായിരിക്കും എക്സിക്യൂട്ട് ആവണം. അത്രമാത്രം ആലോചിച്ചിരുന്നാൽ മതി. അപ്പം ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷനകത്ത് എന്ത് കോഡ് എഴുതോ അത് എക്സിക്യൂട്ട് ആവും. അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് താഴെ ഒരു ടോസ് മെസ്സേജ് കാണിക്കണം, അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ടോസ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് കയറി വന്നിട്ട് ടോസ് ഒന്ന് ടൈപ്പ് ചെയ്യും. ടോസ് എന്ന് ടൈപ്പ് ചെയ്യാൻ നേരത്ത് നമുക്ക് 2 വാല്യൂസ് കാണാൻ പറ്റും. 2 വാല്യൂസിനകത്ത് താഴത്തെ വാല്യൂ ഉണ്ട്, ആ ടോസ്. ഇവിടെ നോക്കണം, ക്രിയേറ്റ് എ ന്യൂ ടോസ്, അത് സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ ടോസിൻ്റെ ബാക്കി എല്ലാം കോഡും വരും. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആ ടോസ് മെസ്സേജ് കാണിക്കാനുള്ള ആ വാല്യൂ ഇവിടെ ടെക്സ്റ്റ് എന്നും പറഞ്ഞ് ഡബിൾ കോഡ്സ് ഉണ്ട്, അവിടെ കൊടുക്കണം. ഞാൻ അവിടെ കൊടുക്കുകയാണ്, ബട്ടൺ ഈസ് ക്ലിക്ക്ഡ്. ഇങ്ങനെ കൊടുത്തിട്ട് ഇനി ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. വലിയ ടൈമല്ല, എന്നാലും ഓക്കെ. ഇപ്പം ഇൻസ്റ്റാളിംഗ് എന്ന് കാണിക്കുന്നത്. ഇൻസ്റ്റാളിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ബട്ടൺ വന്ന് ഈ ബട്ടനെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചിട്ട് ഓക്കെ. ഇനി ഈ ബട്ടണിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് താഴെ ടോസ് മെസ്സേജ്, ബട്ടൺ ഈസ് ക്ലിക്ക്ഡ്. അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്? ഷോ മെസ്സേജ് എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഇനി ഇതേ സാധനം ഈ ഒരു ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ടിന് പകരം സെറ്റ് ഓൺ ക്ലിക്ക് യൂസ് ചെയ്യാം. അതാണെങ്കിൽ കുറച്ചും കൂടി കോഡുണ്ട്.
അപ്പോൾ അതിനേക്കാളും സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് ഇട്ട് ചെയ്യണത്. അപ്പോൾ സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ഇട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബട്ടനെ ഇവിടെ ഈ ബട്ടനെ ലിങ്ക് ചെയ്യണം. ആ ബട്ടൺ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ആ ഒരു വേരിയബിളിനകത്തായിരിക്കും ഈ ഒരു സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ പാസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓൺ ക്ലിക്ക് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഒരു ബട്ടൻ്റെ അകത്ത് ഒരു ഈവൻറ്റ് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബട്ടൻ്റെ അകത്ത് ഒരു ആക്ഷൻ പെർഫോം ചെയ്യാം.